ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് സുഴൽ ദ വോർട്ടെക്സ് എന്ന സീരീസ് ആണ്. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒരു കിടിലൻ ത്രില്ലർ സീരീസ് തന്നെയാണിത്. ഇതിന്റെ സെക്കൻഡ് സീസൺ ഈ ആഴ്ച തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ആദ്യത്തെ സീസണിലെ കഥ ഒന്നുകൂടി കാണാം. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചിറങ്ങുന്ന ഒരു പോലീസുകാരൻ കണ്ടെത്തുന്ന തികച്ചും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സീരീസിന്റെ സ്റ്റോറി. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സാമ്പലൂർ എന്ന സ്ഥലത്ത് ഒരു വലിയ സിമെന്റ് ഫാക്ടറിയിലെ തൊഴിലാളികളെല്ലാം തന്നെ സ്ട്രൈക്ക് നടത്തുന്നതാണ്. അവിടുത്തെ യൂണിയൻ ലീഡറായിരുന്ന ഷൺമുഖമായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. മുകേഷ് വഡ്ഡെ എന്ന് പറയുന്ന ഒരാളുടേതായിരുന്നു ഈ സിമെന്റ് ഫാക്ടറി. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ മകൻ ത്രിലോക് ആയിരുന്നു. ത്രിലോക് വന്ന ശേഷം കമ്പനിക്ക് വലിയ രീതിയിൽ നഷ്ടമുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് സാലറി ഒന്നും തന്നെ വർക്കേഴ്സിന് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം പോലീസുകാർ അവിടേക്ക് വരുന്നു. അവിടുത്തെ ഇൻസ്പെക്ടർ ആയിരുന്ന റെജീനയും SI ചക്കരയും ചേർന്നിട്ട് ആൾക്കാരെ എല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അതിനിടയിൽ ഷൺമുഖത്തിനും കുറച്ച് പരിക്കുകളൊക്കെ പറ്റുന്നു. റെജീനയുടെ ഹസ്ബൻഡ് വടിവേലും ഈ കമ്പനിക്ക് വേണ്ടി തന്നെ ജോലി ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ നിന്നും പുറത്തു കിടന്ന ഷൺമുഖം ആകട്ടെ നേരെ തിരിച്ചു വീട്ടിലെത്തി. തന്റെ ഇളയ മകൾ നിളയുടെ കൂടെയാണ് അയാൾ താമസിക്കുന്നത്. അയാളുടെ മൂത്ത മകൾ നന്ദിനിയാകട്ടെ കോയമ്പത്തൂർ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അവൾ വീട്ടിലേക്ക് ഒന്നും തന്നെ അങ്ങനെ വരാറില്ലായിരുന്നു. ഇത്തവണ നിലയുടെ പ്രോഗ്രസ് കാർഡ് കണ്ടിട്ട് ഷൺമുഖം ആകെ ദേഷ്യത്തിലാണ്. അവൾ 2 സബ്ജക്റ്റിന് ഫെയിൽ ആയിരിക്കുന്നു. കുറച്ച് നാളുകളായിട്ട് അവൾ പഠനത്തിൽ മോശമാണ്. എപ്പോഴും മ്യൂസിക് ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പേരിൽ അയാൾ അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. അവളുടെ മ്യൂസിക് ബോക്സും അവളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയി. ആ നാട്ടില് എല്ലാ വർഷവും 10 ദിവസം അവിടുത്തെ ദേവിയെ പൂജിക്കുന്ന മയാന കൊല്ല എന്ന് പറയുന്ന ഒരു ആഘോഷം നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പല നാട്ടിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് വരികയും ആ ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ആ ഒരു സമയത്ത് അവിടുത്തെ ക്രിമിനലുകളെല്ലാം പുറത്തിറങ്ങാനും ഒരുപാട് ക്രൈമുകൾ നടത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും ഒരു കണ്ണു വേണമെന്ന് റെജീന മറ്റു പോലീസുകാരോട് പറയുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ച റെജീനയ്ക്കും വടിവേലുവിനും ഒരേ ഒരു മകനായിരുന്നു ഉണ്ടായിരുന്നത്. അതിശയം എന്നാണ് അവന്റെ പേര്. അമ്മയും മകനും തമ്മിൽ നല്ലൊരു ബോണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് വൈകുന്നേരം SI ചക്കരയുടെ എൻഗേജ്മെന്റ് ചടങ്ങായിരുന്നു. വൈകിട്ട് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അതിശയം തന്റെ കൂട്ടുകാരുടെ കൂടെ പോയി. ചക്കരയ്ക്ക് അതിശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സഹോദരനെ പോലെയായിരുന്നു. പിറ്റേന്നാകട്ടെ അതിശയം തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ മൂന്നാർക്ക് ടൂർ പോകാനിരിക്കുകയാണ്. പോയിട്ട് അവൻ തിരിച്ചു വരുമ്പോഴേക്കും അവന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബൈക്ക് വാങ്ങാൻ തീരുമാനിച്ചു. കുറച്ച് നാളായിട്ട് അവനൊരു ബൈക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിട്ട് ആ ബൈക്ക് പോയി നോക്കുന്നു. ഇതിനിടെ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയ നിളയാകട്ടെ അവൾക്ക് പരിചയമുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആയ യുവതിയെ കാണുന്നുണ്ട്. കുറച്ചുനേരം അവർ സംസാരിച്ചിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് സക്കരയുടെ എൻഗേജ്മെന്റ് ചടങ്ങാണ്. അവന്റെ അമ്മ കുറെ നാളായിട്ട് തളർന്നു കിടക്കുകയായിരുന്നു. ചടങ്ങിൽ റെജീനയുടെ കുടുംബം മുഴുവനുണ്ട്. സക്കര കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി എന്നാണ്. അതേ നാട്ടിലെ തന്നെ ഒരു ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു ലക്ഷ്മി. എൻഗേജ്മെന്റ് ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം സക്കരയും റെജീനയും മറ്റു പോലീസുകാരും കൂടി ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വൈകിയാണ് റെജീന വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് അതിശയം പുറത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ താൻ മൂന്നാറിന് പോവുകയാണെന്നും അമ്മയ്ക്ക് ഇപ്പൊ തന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്കാമെന്നും പറഞ്ഞിട്ട് അവൻ അവരുടെ ഫോണിലേക്ക് മെസ്സേജ് ഇടുന്നു. കാരണം ഈ സമയത്ത് ബോധമില്ലാതിരിക്കുന്നതുകൊണ്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ഓർമ്മയുണ്ടാകില്ല. നാളെ രാവിലെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കണ്ടുകൊള്ളും. അതിനുശേഷം മയാന കൊല ചടങ്ങുകളിലേക്ക് പോയിരിക്കുകയായിരുന്നു സക്കരെ. അവിടെയാകട്ടെ പൂജാരി ഒരു താലത്തില് ഒരു തലയോട്ടിയുമായിട്ട് പോകുന്നത് അയാൾ കാണുന്നുണ്ട്. പൂജാരിയുടെ കൂടെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. സക്കര ലക്ഷ്മിയോട് സംസാരിച്ചുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. പിറ്റേന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് സക്കരയാകട്ടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കുറെ സമയം കഴിയുമ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരുപാട് കോളുകൾ വരുന്നു. സക്കരയ്ക്കും കോള് വന്നിരുന്നു. മുകേഷ് വഡ്ഡയുടെ ആ സിമെന്റ് ഫാക്ടറി ആകട്ടെ ആരോ തീ കൊളുത്തി നശിപ്പിച്ചിരിക്കുന്നു. സംഭവം അറിഞ്ഞ് അയാൾ ത്രിലോകിനെ വിളിക്കാൻ റൂമിലേക്ക് ചെന്നെങ്കിലും ത്രിലോക് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുകേഷ് വഡ്ഡെ മാത്രമായിട്ട് ഫാക്ടറി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ആൾക്കാരെല്ലാം അവിടെ എത്തുമ്പോഴേക്കും ഫാക്ടറി പൂർണ്ണമായിട്ടും കത്തിയിരുന്നു. സക്കര അവിടേക്ക് എത്തുമ്പോൾ ഓൾറെഡി തന്നെ ഷൺമുഖം അതും നോക്കി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോഴേക്കും അവിടേക്ക് മറ്റു ആൾക്കാരും ഫയർഫോഴ്സും എല്ലാം വന്നിട്ട് തീയണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. മുകേഷ് വഡ്ഡെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ പറയുന്നുണ്ട് അവിടുത്തെ വാച്ച്മാൻ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ടെന്ന്. ഇത് കേട്ടതും പേടിച്ചു പോയ ഷൺമുഖം ഉള്ളിലേക്ക് പോയിട്ട് അയാളെ എങ്ങനെയൊക്കെ രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴേക്കും തീയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ടാങ്കിലേക്ക് പടർന്നിട്ട് ടാങ്ക് വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിച്ചു. ആ ഒരു ആഘാതത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ദൂരേക്ക് തെറിച്ചു വീണു. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ത്രിലോക് അവിടേക്ക് വരുന്നത്. അയാൾ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഷൺമുഖം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തലയിൽ കൊണ്ടുവരുന്ന ആ ആള് തന്നെയായിരിക്കും ഇത് കത്തിച്ചതെന്ന് ത്രിലോക് പറയാൻ തുടങ്ങി. രാവിലെ സമരം നടത്തുകയും അവർ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇതിന്റെ എല്ലാം തന്നെ പിന്നിൽ ഷൺമുഖം തന്നെ ആയിരിക്കുമെന്ന് അയാൾ പറയാൻ തുടങ്ങി. എന്നാൽ മുകേഷിന് അത് വിശ്വാസമായിരുന്നില്ല. റെജീനയോടും ചക്രയോടും ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇതൊരു ആക്സിഡന്റ് അല്ല, ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്ന് വന്ന തീയൊന്നുമല്ല ഇതിന് കാരണം, ആരോ മനഃപൂർവ്വം കത്തിച്ചതാണ്. ആ നാട്ടിലെ ഒരുവിധപ്പെട്ട എല്ലാവരും ജോലി ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു അത്. ഒരുപാട് പേർക്ക് അന്നം കൊടുത്തിരുന്ന കമ്പനി. അത് നശിക്കുന്നതോടുകൂടി ആ നാട്ടിലെ ഒരുപാട് പേരുടെ ജോലിയാണ് നഷ്ടപ്പെടാനും പോകുന്നത്. അങ്ങനെ തീയെ കാണഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോയി. ഷൺമുഖവും തിരിച്ച് വീട്ടിലേക്ക് എത്തി. കുറെ നേരം വാതിൽ തട്ടിയെങ്കിലും നില വാതിൽ തുറന്നില്ല. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് അകത്തേക്ക് കടന്നു. അവള് റൂമിന്റെ പുറത്തായിട്ട് അച്ഛനോട് സോറി പറഞ്ഞുകൊണ്ട് ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം വൈകിയത് കൊണ്ട് തന്നെ അവളെ ഉണർത്തണ്ടെന്ന് കരുതിയിട്ട് അയാൾ അവളുടെ റൂമിലേക്ക് കയറിയില്ല. അവളുടെ മ്യൂസിക് ബോക്സ് അവിടെ കൊണ്ടുവച്ചിട്ട് അവൾ എഴുതി വെച്ചിരുന്ന സോറി ആ മ്യൂസിക് ബോക്സിലേക്ക് അയാൾ തിരിച്ചൊട്ടിച്ചു വെക്കുന്നു. എന്നിട്ട് അയാളും പോയി കിടന്നുറങ്ങി. രാവിലെ
രാവിലെ അടുത്ത് തന്നെ താമസിക്കുന്ന അയാളുടെ സഹോദരൻ ഗുണയും അവരുടെ വൈഫ് സെൽവിയും അവിടേക്ക് വരുന്നു. നില എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. സ്കൂളിൽ പോകാൻ സമയമായില്ലേ, അവൾ ഇതുവരെ റെഡിയായില്ലേ എന്ന് ചോദിക്കുന്നു. അവൾ തന്നോട് വഴിക്കിട്ട് ഉള്ളിൽ തന്നെയാണെന്നാണ് അയാൾ പറയുന്നത്. കുറെ നേരം കഴിഞ്ഞിട്ട് അവളെ പുറത്തേക്ക് കാണാതായപ്പോൾ ഇവർ ഉള്ളിലേക്ക് പോയി നോക്കുന്നു. അവിടെ എങ്ങും തന്നെ നിലയുണ്ടായിരുന്നില്ല. രാത്രിയിൽ അവൾ അവിടെ കിടന്ന് ഉറങ്ങിയതായിട്ടുള്ള ഒരു ലക്ഷണവും കാണുന്നുമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഷൺമുഖത്തിനോട് അവർ കാര്യങ്ങൾ പറയുന്നു. അതിനർത്ഥം അവൾ ഇന്നലെ രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ തന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഏതെങ്കിലും കൂട്ടുകാരികളുടെ വീട്ടിലോ മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടാകും. അവരെല്ലായിടത്തും അന്വേഷിക്കാൻ തുടങ്ങി. ഷൺമുഖത്തിന്റെ വൈഫ് ദേവിയാകട്ടെ ഇവരെല്ലാം വിട്ടിട്ട് കുറെ നാൾ മുൻപ് തന്നെ ആശ്രമത്തിൽ പോയി ജീവിക്കുകയായിരുന്നു. അവിടേക്കെങ്ങാണ് അവൾ പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടേക്കും വിളിച്ചു. അവർ പറയുന്നുണ്ട് ഇവിടേക്ക് വന്നിട്ടില്ല എന്ന്. അങ്ങനെ നില പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും അവളുടെ ട്യൂഷൻ സെന്ററിലും എല്ലാം തന്നെ പോയി. എവിടെയും നിലയെ കണ്ടില്ല. ഇനി നന്ദിനിയുടെ അടുത്തെങ്ങാനും പോയിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് അവർ നന്ദിനിയും വിളിക്കുന്നുണ്ട്. അവിടേക്ക് വന്നിട്ടില്ല എന്ന് അവളും പറയുന്നു. നിലയെ കാണാനില്ല എന്നറിഞ്ഞതും നന്ദിനിയും ആകെ ടെൻഷനിലായി. സംഭവം അറിഞ്ഞിട്ട് ദേവി അവിടേക്ക് വന്നിരുന്നു. അവിടുത്തെ യൂണിയൻ ലീഡർ ആയതുകൊണ്ട് തന്നെ ഷൺമുഖത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം പലയിടത്തും അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചിരുന്നു. അവൾ 2 സബ്ജക്ട് ഫെയിലായെന്നും അതിന് ഞാൻ വലിയ വഴക്കൊന്നും പറഞ്ഞില്ല, ചെറിയ രീതിയിൽ അവളെ ഒന്ന് വഴക്ക് പറഞ്ഞു. എന്നാൽ സാധാരണ അവൾ അങ്ങനൊന്നും ചെയ്യാറുള്ളതല്ല, ഇത്തവണ എന്തു പറ്റിയെന്നറിയില്ല എന്നാണ് അയാൾ പറയുന്നത്. ഇവിടെ ത്രിലോകാകട്ടെ കമ്പനി കത്തിച്ചത് ഷൺമുഖമാണെന്ന് പറഞ്ഞിട്ട് റെജീനയുടെ പിറകെ നടക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ പ്രൂഫ് ഇല്ലാതെ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് റെജീന പറയുന്നത്. റെജീനയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പറയുന്നുണ്ട് താൻ അതുവഴി പോകുന്ന സമയത്ത് ഒരു 10:15 ടൈമിലാകട്ടെ ഷൺമുഖത്തിന്റെ വണ്ടി ആ ഫാക്ടറിയുടെ സൈഡ് ഗേറ്റിലിരിക്കുന്നത് താൻ കണ്ടുവെന്ന്. അയാളുടെ മേൽ ഡൗട്ട് തോന്നിയ പോലീസുകാര് അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് അയാളുടെ മകളെ കാണാനില്ല എന്ന്. ഇത് മനഃപൂർവ്വം പോലീസുകാര് കേസെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളുണ്ടാക്കുന്ന നാടകമായിട്ടാണ് അവരെല്ലാവരും കാണുന്നത്. ആ ബഹളത്തിന്റെ ഇടയ്ക്ക് നിന്നും അവര് ഷൺമുഖത്തിനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോകുന്നു. പോകുന്ന വഴിയിൽ റെജീന പറയുന്നുണ്ട് ആ പെൺകുട്ടി അവരുടെ ബന്ധുക്കാരുടെ ആരുടെയെങ്കിലും വീട്ടിൽ പോയതായിരിക്കും, ഇതൊക്കെ വെറുതെ ഡ്രാമയാണ്. ആ മൂത്ത പെൺകുട്ടി നന്ദിനിയും ഇതുപോലെ ഇടയ്ക്ക് നാട് വിട്ടു പോകാറുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പ്രശ്നം അവർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നന്ദിനി പണ്ട് സ്കൂളിൽ സക്രയുടെ കൂടെയായിരുന്നു പഠിച്ചിരുന്നത്. പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ഷൺമുഖത്തിനെ അവർ തലങ്ങും വിലങ്ങും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് പുറത്ത് ആകെ ബഹളം നടക്കുകയാണ്. ഷൺമുഖത്തിനെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ചെയ്ത കുറ്റം ഏറ്റുപറയാനാണ് അയാളോട് റെജീന പറയുന്നത്. എന്നാൽ അയാൾ പറയുന്നുണ്ട് എനിക്കിപ്പോ വീട്ടിൽ പോയെങ്കിലേ പറ്റൂ, എന്റെ മകളെ കാണാനില്ല, എന്നെ സംബന്ധിച്ച് അതാണിപ്പോ വലിയ കാര്യം. എങ്ങനെയെങ്കിലും നിലയെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഷൺമുഖത്തിനാകട്ടെ ദൈവത്തിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും നന്ദിനി അവിടേക്ക് എത്തുന്നു. അവൾ നേരെ പോലീസ് സ്റ്റേഷനിലെത്തി ആകെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് ഇത്രയും സമയമായി, അതന്വേഷിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ അച്ഛനെ ഇവിടെ തടവിൽ വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ആരും റിട്ടേൺ കംപ്ലൈന്റ് തന്നിട്ടില്ല എന്നാണ് സക്കര പറയുന്നത്. കംപ്ലൈന്റ് തരേണ്ട ആളെ പിടിച്ച് അകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കംപ്ലൈന്റ് തരുന്നതെന്നും ഞാനിപ്പോൾ എഴുതി തരാമെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ കംപ്ലൈന്റ് കൊടുക്കുന്നു. അച്ഛനെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാനെല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് നന്ദിനി നേരെ വീട്ടിലേക്ക് പോയി. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവൾ ചിറ്റയോടും അമ്മയോടും ചോദിക്കുന്നു. നിലയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ അവരെല്ലാവരും ആകെ ടെൻഷനിലായിരുന്നു. ആ ഏരിയയിലുള്ള പല CCTV ഫൂട്ടേജുകളും സക്കര ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ രാത്രിയിലാകട്ടെ നില ഒരു റോഡിലൂടെ നടന്നു പോകുന്നത് ആ CCTVയിൽ നിന്നും അവൻ കാണുകയും ആ ഒരു ഏരിയയിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരുന്ന നിലയുടെ അടുത്തേക്ക് ഒരു ഒമിനി വാൻ വരികയും അവളെ അതിലേക്ക് പിടിച്ചു വലിച്ചിട്ടുകൊണ്ട് പോവുകയും ചെയ്യുന്നതാണ് അവൻ കാണുന്നത്. ആ ഏരിയ പരിശോധിക്കുന്നതിൽ നിന്നും അവളുടെ സ്കൂൾ ID കാർഡും അവന് കിട്ടുന്നുണ്ട്. നിലയെ ആരോ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടു പോയതാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെയാണ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് റെജീന ആ ഫയർ ആക്സിഡന്റിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ത്രിലോകിന്റെ ഫാക്ടറിയിലേക്ക് വരുന്നതാണ്. ത്രിലോകിന് ഇപ്പോഴും സംശയം ഷൺമുഖത്തിന് തന്നെയായിരുന്നു. എന്നാൽ മതിയായ തെളിവുകളില്ലാതെ അയാൾ അധികം നേരം കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല എന്ന് റെജീന പറയുന്നു. നിങ്ങൾക്കുണ്ടായ നഷ്ടം നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് സംസാരിച്ചിട്ട് നികത്തുന്നതാണ് നല്ലത്. ത്രിലോകിന്റെ കമ്പനി ഓൾറെഡി പോലീസ് സ്റ്റേഷനിലേക്കും മറ്റും ഒരുപാട് ക്യാഷുകൾ കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഈ പോലീസുകാരുടെ മേൽ ഒരുപാട് പ്രഷർ ചെലുത്താനും തുടങ്ങി. ഇതിനിടെ സക്കര അവിടേക്ക് വന്നിട്ട് റെജീനയോട് നിലയെ പറ്റി സംസാരിക്കുന്നു. അവളെ ആരോ കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. നിലയെ കാണാതായ സ്ഥലമെല്ലാം തന്നെ അവർ പോയി പരിശോധിക്കുന്നുണ്ട്. ആ വീഡിയോ ഫുട്ടേജിൽ നിന്നും വണ്ടിയുടെ നമ്പർ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാകട്ടെ മനഃപൂർവ്വം വണ്ടിയുടെ നമ്പർ ചെളി വാരി തേച്ച് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി. നില വഴിയിൽ നിൽക്കുന്ന കണ്ടിട്ട് ആ ഒരു സാഹചര്യം യൂസ് ചെയ്തിട്ട് കുറച്ചുപേർ വന്നിട്ട് അവളെ കടത്തിക്കൊണ്ട് പോയതല്ല, മനഃപൂർവ്വം അവളെ കടത്താൻ വേണ്ടി തന്നെ ആരോ വന്നതുപോലെയുണ്ട്. സക്കര നിലയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവളുടെ റൂം പരിശോധിക്കുന്നതിൽ നിന്നും അവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പിൽ അവൾ ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നന്ദിനിയോട് ചോദിക്കുമ്പോൾ അവൾക്കതെല്ലാം ഉണ്ട്, എന്നാൽ അതിലൊന്നും ആക്റ്റീവ് അല്ല എന്നാണ് അവൾ പറയുന്നത്. ഫ്രണ്ട്സ് പോലും അവൾക്ക് കുറവാണ്. അധികം ആരോട് അവൾ സംസാരിക്കാറ് പോലുമില്ല. അവളുടെ കയ്യിൽ ഫോൺ നിന്ന് മനസ്സിലായതും അവളുടെ ഫോൺ നമ്പർ അവരുടെ കയ്യിൽ നിന്ന് അവൻ വാങ്ങുന്നു. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ആരോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് പറയാറുണ്ടെന്ന് നന്ദിനി പറയുന്നു. ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നന്ദിനിയോട് ഉള്ള സത്യം അയാൾ തുറന്നു പറയുന്നു. നിലയെ ആരോ കടത്തിക്കൊണ്ട് പോയതാണ്. ഇത് കേട്ടതോടുകൂടി നന്ദിനിയും വീട്ടുകാരും ആകെ ഷോക്കിലായി. കാശിന് വേണ്ടി ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയതാണെങ്കിൽ ഇതിനോടകം കോള് വന്നേനെ, ഇത് വേറെന്തോ പ്രശ്നമാണ്. ഇവിടെ ഷൺമുഖവും ആകെ ടെൻഷനിലാണ്. മുകേഷ് വന്ന് റെജിനോട് പറയുന്നുണ്ട് തൽക്കാലം അയാളെ റിലീസ് ചെയ്യാനും അയാളുടെ മകളുടെ കേസ് അന്വേഷിക്കാനും. ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം
കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് ത്രിലോകം ആകെ ടെൻഷനിലായിരുന്നു. അതേസമയം ആ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കോത്തണ്ടരാമൻ എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. ആ ഫയർ ആക്സിഡന്റ് ജനുവനാണെന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ അവർ ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമായിരുന്നുള്ളൂ. ഷൺമുഖത്തിന് പുറത്തിറക്കിന്റെ പേരിൽ ത്രിലോകാകട്ടെ മുകേഷുമായിട്ട് കുറെ വഴക്കിടുന്നു. കുറച്ചുകൂടി അവനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ അവൻ എന്തായാലും സമ്മതിച്ചേനെ എന്നാണ് അയാൾ പറയുന്നത്. ഷൺമുഖത്തിന് എതിരാളികളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് സക്കറി അന്വേഷിക്കുന്നു. അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ദേവി ഇതുവരെയും തിരിച്ച് ആശ്രമത്തിലേക്ക് പോകാത്തത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഷൺമുഖം പ്രശ്നം ഉണ്ടാക്കുന്നു. തന്റെ മകൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിരിക്കുമ്പോൾ താൻ തിരിച്ചു പോകില്ലെന്നും ഇവിടെ തന്നെ നിൽക്കുകയാണെന്നും ദേവി പറയുന്നു. അവർ പണ്ടേ തങ്ങളുടെ മക്കളെ ഉപേക്ഷിച്ച് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് ഷൺമുഖം പറയുന്നത്. ഈ ഒരു അവസ്ഥയിലെങ്കിലും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാതിരിക്കുന്നത് നല്ലതെന്ന് നന്ദിനി പറയുന്നുണ്ട്. ഷൺമുഖം ഒരു ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ടും ഇവര് ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്നത് കൊണ്ടും തന്നെ ഇവർക്കിടയിൽ പണ്ട് മുതലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇവർ പരസ്പരം മാറി താമസിച്ചതും. നിലയെപ്പറ്റി കൂടുതൽ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ സ്കൂളിലേക്ക് അവർ പോകുന്നുണ്ട്. ഗേൾസ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ സക്കറിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലായിരുന്നു. റെജീനയും നന്ദിനിയും ഉള്ളിലേക്ക് പോയി. എന്നാൽ നിളയാകട്ടെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ട്യൂഷന് പോകുമെന്ന് സക്കര മനസ്സിലാക്കിയിരുന്നു. ട്യൂഷൻ സെന്ററിൽ പല ബോയ്സും വരുന്നതാണ്. അവിടെ വെച്ച് അവൾ ഏതെങ്കിലും ബോയ്സുമായിട്ട് കമ്പനി ഉണ്ടോ എന്ന് കണ്ടെത്തണം. നിലയുടെ ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കുന്നതിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവൾ ക്ലാസ്സിലെ ടോപ്പ് സ്റ്റുഡന്റ് ആയിരുന്നു. എന്നാൽ കുറച്ചു മാസങ്ങളായിട്ട് അവൾ പഠിത്തത്തിൽ നല്ല ഉഴപ്പായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് 2 വിഷയത്തിന് തോറ്റതും. നിലയുടെ ക്ലാസ് റൂം ഒക്കെ കാണുമ്പോൾ അവൾ അവിടെ ഇരിക്കുന്നതായിട്ട് നന്ദനിക്ക് തോന്നുന്നുണ്ട്. ക്ലാസ്സിലെ കുട്ടികളോട് സംസാരിക്കുന്നതിൽ നിന്നും നില എന്തിനെയോ ഭയപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. സക്കര നേരെ പോകുന്നത് നിലയുടെ ട്യൂഷൻ സെന്ററിലേക്കാണ്. അവിടെ പഠിപ്പിക്കുന്ന പുഷ്പരാജുമായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ നിലയുടെ വിഷയമായിട്ടല്ലേ വന്നതെന്ന് അയാൾ അങ്ങോട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ നിങ്ങൾക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഓൾറെഡി തന്നെ കുട്ടികൾ പറഞ്ഞു എന്നാണ് അയാൾ പറയുന്നത്. അതൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. താഴെ കുറെ പയ്യന്മാരുണ്ട്. എപ്പോ നോക്കിയാലും നിലയുടെയും മലറിന്റെ ഒക്കെ പിറകെ നടക്കുന്നവരാണ്. അവരോട് പോയി ചോദിച്ചാൽ മതി നിലയെ പറ്റിയുള്ള കാര്യങ്ങൾ. അത്രയും പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് പേടിച്ചിറങ്ങിപ്പോയി. നിലയെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മലറും പഠിക്കുന്നത് ഇതേ ട്യൂഷൻ സെന്ററിൽ തന്നെയായിരുന്നു. താഴെ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന ആ പയ്യന്മാരെ സക്കര ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതിലൊരു പയ്യൻ നിലയുടെ പിറകെ നടക്കാറുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാളുകളായിട്ട് അവൻ നിലയെ ഒരു രീതിയിൽ ശല്യം ചെയ്തിട്ടില്ല. നിലയെ തന്റെ സഹോദരിയെ പോലെ കാണുന്നതെന്ന് അവൻ പറയുന്നു. അതിന് പിന്നിലൊരു റീസണും ഉണ്ടായിരുന്നു. വേറെ എവിടെ നിന്നോ വന്നൊരു പയ്യൻ നിലയുടെ പിറകെ നടക്കാൻ തുടങ്ങി. ആ പയ്യൻ ഇവരെ എല്ലാവരും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പയ്യന്മാർ ആരും തന്നെ നിലയെ പിന്നെ ശല്യം ചെയ്തിട്ടുമില്ല. അതേത് പയ്യനാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അവൻ ഈ നാട്ടുകാരനാണെന്ന് തങ്ങൾക്ക് തോന്നുന്നില്ല എന്ന്. പുറത്തുനിന്ന് എന്തോ വന്ന് താമസമായവനാണ്. അവനെ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കാണിച്ചു തരാമെന്ന്. അങ്ങനെ മയാനക്കൊല്ലയുടെ ആഘോഷങ്ങൾ നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഈ കുട്ടികളെയും കൂട്ടി സക്കര പോകുന്നു. അവിടെ എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞ പയ്യൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. എന്നാൽ ആ പയ്യനെ അവിടെ എങ്ങും തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്തതായിട്ട് അവർ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിലയുടെ ബെസ്റ്റ് ഫ്രണ്ട് മലറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നിലയെ കാണാതായ ശേഷം അവൾ ആകെ പേടിച്ച് വീട്ടിലിരിപ്പാണെന്നാണ് അവളുടെ അച്ഛൻ പറയുന്നത്. ആ ഫാക്ടറി എന്ന് ഈ നാട്ടിൽ ആരംഭിച്ചു അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഈ നാട്ടിനെന്നാണ് അയാൾ പറയുന്നത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ 1990-ലാണ് ഈ ഫാക്ടറി തുടങ്ങിയത്. അന്നൊരു പെൺകുട്ടിയെ ഇവിടെ നിന്നും കാണാതായിരുന്നു. അന്ന് എല്ലാവരും ചേർന്നിട്ട് ആ പെൺകുട്ടിയെ തേടിയെങ്കിലും എവിടെ നിന്നും അവളെ കിട്ടിയില്ല. അമ്മണി എന്നായിരുന്നു അവളുടെ പേര്. ഇന്നിപ്പോൾ ഈ ഫാക്ടറിയിൽ തീ പിടിച്ച സമയത്ത് വീണ്ടും ഒരു പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു. അന്ന് മുതൽ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് ആ ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ സ്ഥലമെല്ലാം വിട്ടുകൊടുക്കരുതെന്ന്. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും വിട്ടുകൊടുത്തു. ആ ഫാക്ടറി ഇവിടെ വന്നപ്പോ തൊട്ട് ഈ നാടിന് പ്രശ്നങ്ങളുമാണ്. ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നിലയുടെ കാര്യത്തെപ്പറ്റി സംസാരിക്കാമെന്ന് അവർ പറയുന്നു. നിലയെ കാണാതാകുന്നതിന്റെ അന്ന് രാത്രിയിൽ അവൾ അവസാനമായിട്ട് വന്നത് ഇവിടെ ആയിരിക്കാനാണ് ചാൻസ്. കാരണം ഇവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നാണ് അവളെ കാണാതായിരിക്കുന്നത്. തനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്ന് അയാൾ പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ മലറിനോട് സംസാരിക്കണമായിരുന്നു. നിങ്ങൾ പോയി അവളോട് സംസാരിക്കാൻ പറയുമ്പോഴേക്കും ആ പെൺകുട്ടി വാതിലടിച്ച് അകത്തിരിപ്പായി. അവൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. പെർമിഷൻ ഇല്ലാതെ ഇനി എന്റെ മകളുടെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അയാളും അവരെ അവിടെ നിന്ന് പുറത്താക്കി. അവരവിടെ നിന്ന് നേരെ വീണ്ടും ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. പോലീസിനെ കണ്ടിട്ടായിരിക്കും ആ പെൺകുട്ടി പേടിച്ചത്. ചിലപ്പോൾ നന്ദിനി വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവൾ കാര്യങ്ങൾ തുറന്നു പറയുമായിരിക്കും. അതുകൊണ്ട് അവിടേക്ക് അവരെ നന്ദിനിയെ വിളിച്ചു വരുത്തുന്നു. ബാക്കി കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ട് റെജീന അവിടെ നിന്നും പോയി. നന്ദിനിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്ന സമയത്ത് ത്രിലോകിന്റെ വണ്ടി അതുവഴി വരുന്നുണ്ട്. വഴിയിൽ നിന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ആകട്ടെ ത്രിലോകിന്റെ അടുത്ത് സംസാരിക്കുകയും അടുത്തിടപഴകുകയൊക്കെ ചെയ്യുന്നത് അവർ ശ്രദ്ധിക്കുന്നു. അതേസമയം തന്നെ അവരിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന മലറിന്റെ അച്ഛനും സഹോദരനും ചേർന്നിട്ട് നല്ല സ്പീഡിൽ വണ്ടിയിൽ എവിടേക്കോ പോകുന്നതായിട്ട് അവർ കാണുന്നു. ഇതിനർത്ഥം മലറിന് എന്തോ കാര്യങ്ങൾ അറിയാമെന്നും അവളെ ഇവിടെ നിന്ന് അവർ മാറ്റുകയാണെന്നുമാണ്. സക്കര അവരുടെ പിറകെ വണ്ടിയെടുത്ത് വിട്ടു. നന്ദിനി വരുമ്പോ അവളുടെ കൂടെ കയറി വരാൻ മറ്റേ പോലീസുകാരനോടും പറയുന്നു. സക്കര പിറകെ വരുന്ന കണ്ടിട്ട് അവർ വലിയ സ്പീഡിൽ വണ്ടി വിടാൻ തുടങ്ങി. ഒടുവിൽ സക്കര എങ്ങനെയൊക്കെയോ അവരെ ബ്ലോക്ക് ചെയ്തു. അപ്പോഴേക്കും നന്ദിനി അവിടെ എത്തിയിരുന്നു. മലറിനോട് നന്ദിനി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് തുറന്നു പറയാൻ. നിലയെ രക്ഷിക്കാൻ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴികളൊന്നും തന്നെയില്ല. അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണം. എല്ലാം പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ പോലീസിനെ കണ്ടതുകൊണ്ടാണ് താൻ പേടിച്ചത്. അവൾ അങ്ങനെ പറയുമ്പോൾ സക്കര പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ. നിലയുടെ പിറകെ ഒരു പയ്യൻ നടന്ന് ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. ആ പയ്യനെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നു. അറിയാമെങ്കിൽ പോലീസ് തന്നെ ആ പയ്യനെ കൈയോടെ പിടിക്കും. എന്നാൽ അവള് പറയുന്നുണ്ട് പോലീസിനെ കൊണ്ടൊന്നും അവനെ പിടിക്കാൻ പറ്റില്ല എന്ന്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് നിങ്ങൾ ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ പയ്യൻ റെജീനയുടെ മകൻ തന്നെയാണെന്ന്. ഇത് കേട്ടതും സക്കരയും നന്ദിനിയും ഷോക്കായി. നിലയെ ശല്യം ചെയ്യുന്നത് അതിശയമാണെന്നുള്ള കാര്യം അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെയാണ് 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.
മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സക്കര എല്ലാ കാര്യങ്ങളും റെജീനയോടും വടിവേലിനോടും പറയുന്നതും അവർ അതിശയത്തിനെ ഫോൺ ചെയ്യുന്നതുമാണ്. അതിശയത്തിന്റെ ഫോൺ എവിടെയിരുന്ന് റിങ് ചെയ്യുന്നുണ്ട്. ആ വീടിന്റെ പുറത്തായിട്ട് അവർ നിലയെ കടത്തിക്കൊണ്ടുപോയ അതേ വാനും കാണിക്കുന്നു. തന്റെ മകൻ അങ്ങനെ ചെയ്തു എന്ന് ഒരിക്കലും റെജീനയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ മൂന്നാർ ചെന്ന ശേഷം തനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടം കാണാൻ അടിപൊളിയാണെന്നും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുകയാണെന്നും പറഞ്ഞിട്ട് അവന്റെ ആ വോയിസിൽ ഒട്ടും തന്നെ പേടിയില്ലായിരുന്നു. ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോയിട്ട് അവൻ ഇത്രയും റിലാക്സ് ആയിട്ട് സംസാരിക്കുമെന്ന് ആർക്കും തന്നെ തോന്നിയില്ല. തന്റെ മകൻ കൂട്ടുകാരുടെ കൂടെ ടൂർ പോയിരിക്കുകയാണെന്നും നാളെ രാവിലെ വരുമെന്ന് റെജീന പറയുന്നുണ്ട്. വന്നോടനെ അവനെ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം, നിങ്ങൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ മതി. എന്നാൽ അത്രയും നേരം ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല എന്നാണ് ഷൺമുഖം പറയുന്നത്. എന്നാൽ അതിശയം ഇന്നലെ രാവിലെയും ഇന്ന് രാവിലെ എല്ലാം തന്നെ വോയിസ് ഇട്ടിട്ടുണ്ട്. അവൻ നിൽക്കുന്ന ഹോട്ടലിന്റെ പേര് പോലും അതിൽ പറയുന്നുണ്ട്. അവന്റെ സംസാരത്തിൽ ഒന്നും തന്നെ ഒട്ടും പേടിയില്ല. അവനായിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് റെജീന പറയുന്നത്. എന്നാൽ മലർ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവൻ ഒരു റൗഡിയാണെന്നും നിലയെ പല രീതിയിലും ടോർച്ചർ ചെയ്യുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും. നിലയ്ക്ക് അവനെ കാണുന്നത് തന്നെ പേടിയാണ്. പലയിടത്ത് വെച്ചിട്ടും അവൻ പെട്ടെന്ന് നിലയുടെ മുൻപിലേക്ക് വരും. അവൾ അവനെ കാണുമ്പോഴേ പേടിക്കും. സ്പോർട്സ് മീറ്റിന്റെ അന്നും ഞാൻ അവിടെ നിന്ന് പോകാൻ നേരത്ത് അവൻ എന്തൊക്കെയോ അവളോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. മാത്രമല്ല ഒരിക്കൽ സിനിമ കാണാൻ പോയ സമയത്തും തിയേറ്ററിൽ വെച്ചിട്ട് അതിശയത്തിനോട് നില എന്തൊക്കെയോ പറയുന്നത് കണ്ടു. ഒരു ദിവസം മലർ പോകുന്ന വഴിയിലാകട്ടെ നിലയുടെ സ്കൂട്ടർ ഇരിക്കുന്ന കാണുന്നു. അതിശയത്തിന്റെ കൂട്ടുകാരെല്ലാം തന്നെ അതിന്റെ അടുത്തുണ്ടായിരുന്നു. മലർ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മുറിയിൽ അതിശയം നിലയോട് മോശമായി പെരുമാറുന്നതാണ്. അന്ന് അവനെ തള്ളിയിട്ടിട്ട് നിലയും പിടിച്ചുകൊണ്ട് പോരുന്നത് മലറാണ്. ഇതെല്ലാം കേട്ടതോടെ ആകെ ടെൻഷനായ റെജീനയാകട്ടെ അതിശയത്തിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. എടുക്കുന്നത് അവന്റെ കൂട്ടുകാരനായിരുന്നു. അവൻ അടുത്തുള്ള ടീ കടയിലേക്ക് പോയെന്ന് പറയുന്നു. അതിശയം വന്നു കഴിഞ്ഞാൽ ഉടനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും തിരിച്ചു വരാനാണ് റെജീന പറയുന്നത്. വൈകുന്നേരത്തിനുള്ളിൽ അതിശയം കൂട്ടുകാരൻ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അവരിരിക്കുന്നത്. എന്നാൽ ഷൺമുഖത്തിന് അപ്പോഴും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അതിശയത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റെജീന ശ്രമിക്കുമെന്ന് പേടിച്ചിട്ട് അയാളെ DSP കാണാനിരിക്കുകയായിരുന്നു. എന്നാൽ നന്ദിനി പറയുന്നുണ്ട് അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട, അതൊക്കെ വലിയ പ്രശ്നമാകുമെന്ന്. അതേസമയം ആ ഫയർ ഇൻസ്പെക്ടർ കൗതണ്ടരാമനാകട്ടെ കുറേയായിട്ട് റെജീനയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ റെജീന അതിശയത്തിന്റെ നിലയുടെയും കാര്യത്തിന്റെ പിറകെ നടക്കുന്ന കാരണം അയാളെ കാണാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അയാൾ നല്ല കലിപ്പിലായിരുന്നു. ഇതിനിടെ നിലയുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാക്ക് റെക്കോർഡ്സ് എല്ലാം തന്നെ തന്റെ ഫോണിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് റെജീന പോലീസുകാരോട് പറയുന്നു. ഒരു സൈഡ് ത്രിലോകാകട്ടെ റെജിനയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഫാക്ടറിയുടെ കേസ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ പേഴ്സണൽ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് റെജീനയ്ക്ക് അതുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റെജീന ത്രിലോകമായിട്ട് പോലും വഴക്കുണ്ടാക്കുന്നു. അതിശയം വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ നിന്നെ ഫോൺ ചെയ്യാമെന്ന് റെജീന സക്കരയോട് പറയുന്നു. സക്കരയ്ക്ക് അന്ന് ലക്ഷ്മിയെ കൂട്ടിയിട്ട് പുറത്തു പോകണമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മയനക്കൊള്ള നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് പുഷ്പരാജിനെ സക്കര കാണുന്നുണ്ട്. തന്നെ ഇവിടെ കണ്ടതും ട്യൂഷൻ സാർ പുഷ്പരാജ് പേടിക്കുന്നത് സക്കര ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ കോദണ്ഡരാമനാകട്ടെ ത്രിലോകനെ കണ്ടിട്ട് പറയുന്നുണ്ട് ഈ കമ്പനിയിലെ തീപിടുത്തം മനഃപൂർവ്വം ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയിട്ട് ആരോ തീ കൊളുത്തിയ പോലെ തന്നെ ഉണ്ടെന്ന്. ആക്സിഡന്റ് ആണോ അതോ ഇങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഇൻഷുറൻസിന്റെ കാര്യം നിങ്ങൾക്ക് ശരിയാകൂ. അതിനെന്തായാലും എനിക്ക് കുറച്ച് സമയം വേണം. കാരണം ത്രിലോക് ചാർജ് എടുത്ത ശേഷം 3 വർഷമായിട്ട് ഈ കമ്പനി വലിയ നഷ്ടത്തിലായിരുന്നു. അതുകൊണ്ട് ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കത്തിച്ചതാണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ വൈകുന്നേരം ആകാറായിട്ടും അതിശയും കൂട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നില്ല. അവരെ വിളിച്ചിട്ടും അവരുടെ എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് ആ കൂട്ടുകാരുടെ എല്ലാം തന്നെ വീട്ടുകാരെ റെജീന തന്റെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞങ്ങളെ അറിയിക്കണമെന്നും പറയുന്നുണ്ട്. അവരിങ്ങോട്ട് വരില്ല എന്ന് എന്തായാലും ഉറപ്പാ. അതുകൊണ്ട് അങ്ങോട്ട് പോയി അവരെ അന്വേഷിക്കാൻ സക്കര തീരുമാനിക്കുകയാണ്. എന്റെ മകനെ കിട്ടുകയാണെങ്കിൽ വേറെ ആരുടെ അടുത്തും കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് റെജീന പറയുന്നുണ്ട്. അങ്ങനെ സക്കരെ മൂന്നാർക്ക് വിട്ടു. പലയിടങ്ങളിലും അയാൾ അന്വേഷിച്ചു. ഇവർ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ഹോട്ടലിലും പോയി നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ എങ്ങും തന്നെ അതിശയം റൂം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ രജിസ്റ്ററിലും പേരൊന്നും ഇല്ലായിരുന്നു. എന്നാൽ റൂമുകളെല്ലാം തനിക്ക് പരിശോധിക്കണമെന്ന് ആ റിസപ്ഷനിസ്റ്റിനോട് സക്കര പറയുന്നു. അങ്ങനെ ഓരോരോ റൂമുകളായിട്ട് അവർ പരിശോധിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു റൂം പരിശോധിക്കാൻ തുടങ്ങാൻ നേരത്ത് അയാൾ പറയുന്നുണ്ട് ഇത് തുറക്കാൻ നിൽക്കണ്ട, ഒരു പെൺകുട്ടി മാത്രമേ അതിലുള്ളൂ എന്ന്. അത് കേട്ടതും സക്കര വിചാരിക്കുന്നുണ്ട് അത് നിലയായിരിക്കുമെന്ന്. പെട്ടെന്ന് അയാൾ ആ വാതിൽ ചവിട്ടി തുറക്കുന്നു. എന്നാൽ ശരിക്കും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ ഞെട്ടിപ്പോയി. അത് നന്ദിനിയായിരുന്നു. സക്കര വരുന്നതിന് മുൻപ് തന്നെ നിലയെ അതിശയത്തിനെ അന്വേഷിച്ച് നന്ദിനി ഇവിടേക്ക് എത്തിയിരുന്നു. നന്ദിനി അവനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ എല്ലാം തന്നെ അന്വേഷിച്ചു, ഇവിടെ എങ്ങും തന്നെ അവരില്ല എന്ന്. അവരവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്നുള്ള ഒരു പോലീസുകാരനെയും കൂട്ടി പലയിടങ്ങളിലും അന്വേഷിക്കാൻ ആരംഭിച്ചു. പലരെയും ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഒരു വീടിന്റെ സൈഡിലായിട്ട് ഒരു റെഡ് ഒമിനി വാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അവരവിടേക്ക് പോയി നോക്കുമ്പോൾ നിലയെ കടത്തിക്കൊണ്ട് പോയ അതേ ഒമിനി വാൻ തന്നെയായിരുന്നു അത്. എന്നാൽ ആ വീടെല്ലാം തന്നെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. അവർ ആ വീടിന്റെ ജനല് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിലായിട്ട് ഒരു ഫോൺ ഇരിക്കുന്ന കാണുന്നുണ്ട്. അത് അതിശയത്തിന്റെ ഫോൺ തന്നെയായിരുന്നു. എന്നാൽ അകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് പുറത്തു നിന്ന് ഒരു സംസാരം കേൾക്കുന്നത്. അതിശയത്തിന്റെ കൂട്ടുകാര് സാധനങ്ങളും വാങ്ങി അവിടേക്ക് വരികയായിരുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതിശയം പറഞ്ഞ പോലെ ഇന്ന് രാവിലെയും അവന്റെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കണമെന്ന്. അതിശയം ഓൾറെഡി കുറെ വോയിസ് റെക്കോർഡ് ചെയ്ത് ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസ് ആണ് അവന്റെ ഫോണിൽ നിന്ന് അവർ റെജീനയ്ക്ക് അയച്ചുകൊണ്ടിരുന്നത്. അവരതും സംസാരിച്ച് അകത്തേക്ക് കയറി വന്നപ്പോഴേക്കും ഗേറ്റ് തുറന്ന് കിടക്കുന്ന കണ്ടിട്ട് പേടിച്ച് അവിടെ തന്നെ നിന്നു. ആ സമയത്ത് സക്കര അവരെ പിടിക്കാൻ വേണ്ടിട്ട് ചെന്നെങ്കിലും അവർ പേടിച്ച് അവിടെ നിന്ന് ഓടി. സക്കര അവരുടെ പിറകെ ഓടി. ഈ നേരം കൊണ്ട് നന്ദിനി പോയി അതിശയത്തിന്റെ ആ ചാർജിനിട്ടിരുന്ന ഫോൺ എടുത്തുകൊണ്ട് പോകുന്നു. കുറെ ദൂരം ഓടി ഒടുവിൽ അവരെ എല്ലാവരെയും തന്നെ സക്കര കൈയോടെ പിടികൂടി. എന്നിട്ട് അവരെയും കൂട്ടി നേരെ
നാട്ടിലേക്ക് തിരിച്ചു. അതേസമയം ഷൺമുഖ ആൾക്കാരെയും കൂട്ടിയിട്ട് റെജീനയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. അവരെ നേരിടാൻ റെജീന രണ്ടും കൽപ്പിച്ച് തന്നെ തോക്കെടുത്ത് നിൽക്കുകയാണ്. അതിശയത്തിന് നിലയ്ക്കും എന്ത് സംഭവിച്ചു, അവർ ശരിക്കും ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഈ മൂന്നാമത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നത്. ബാക്കി എപ്പിസോഡ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെയുള്ള സ്റ്റോറി ഇഷ്ടപ്പെട്ടവർ എന്തായാലും തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.